ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സാണ്. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിനെ സ്മോൾ എച്ച് എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഓർ എച്ച് പാരാമീറ്റേഴ്സ്. അപ്പം ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിനകത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം യൂസ്ഡ് ഇൻ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സ്. അപ്പം ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പാരാമീറ്ററാണ് ഹൈബ്രിഡ് പാരാമീറ്റർ. അപ്പം നമുക്കിതിന് നോക്കാം. ഇതിന് നെറ്റ്വർക്ക് സാധാ നമ്മൾ വരയ്ക്കുന്ന 2 പോർട്ട് നെറ്റ്വർക്ക് തന്നെ. അതിന് 1 എന്ന് പറയുന്നത് ഇൻപുട്ട് പോർട്ട്, അവിടുത്തെ വോൾട്ടേജ് V1, ദെൻ അവിടുത്തെ കറൻറ്റ് I1, ഹിയർ വോൾട്ടേജ് V2, അവിടുത്തെ പോർട്ടിൻ്റെ പേര് 2 കറൻറ്റ് I2. നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ അഡ്മിറ്റൻസിലും ഇമ്പിഡൻസിലും എല്ലാം പഠിച്ച അതേ നെറ്റ്വർക്ക് തന്നെ. ഇനി ഇവിടെ 1 എന്ന് പറയുന്ന ഇൻപുട്ട് പോർട്ട്, 2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പോർട്ട്. ഇതിൻ്റെ അകത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് വരുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരുന്നുണ്ട്. ഇനി ഇവിടെ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഇക്വേഷനാണ് V1 equal to H11 I1 plus H12 V2 and I2 equal to H21 I1 plus H22 V2. അപ്പം ഇതിൻ്റെ അകത്ത് V1 I2 എന്ന് പറയുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് I1 V2 എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. V1 V2 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണെന്ന് പറയാൻ കാരണം അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? I1നെയും V2നെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് വരുന്ന ഇക്വേഷനാണ് V1 equal to H11 I1 plus H12 V2. നമുക്ക് നമ്പർ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1. I2 equal to H21 I1 plus H22 V2. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിലെ കോയിഫിഷ്യൻസ് ആണ് H11, H12, H21, H22. ഇത്രയാണ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓരോ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോർട്ട് 2 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പോർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഔട്ട്പുട്ട് പോർട്ട് 2 ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താ കിട്ടുക? V2 നമുക്ക് എന്താവും? 0. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ V2 അവിടെ 0. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ V2 0 ആയില്ല. അപ്പം പോർട്ട് V2 0 ആവുന്ന കേസിൽ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാം? ഇവിടെ ഈ ടേമും 0 ആയിരിക്കും, ഈ ടേമും 0 ആയിരിക്കും. ദെൻ H11ഉം H21ഉം നമുക്ക് കണ്ടുപിടിക്കാം. H11 ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ I1, H21 ഈക്വൽ ടു I2 ഡിവൈഡ് ബൈ I1. സോ നമുക്കത് അങ്ങ് എഴുതാം. H11 ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ I1. നമ്മൾ എന്താ ചെയ്തത്? ഷോർട്ട് സർക്യൂട്ട് ചെയ്യല്ലേ ചെയ്ത്. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ V2 എന്തായി? 0 ആയി. V2 0 ആയി. അപ്പം ഇതിന് നമ്മൾ വിളിക്കുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. V ബൈ I അല്ലേ? അപ്പോൾ അവിടെ എന്താ വരുന്നത്? V ബൈ I എന്ന് പറയുമ്പം ഇമ്പിഡൻസ് ആണ് വരുന്നത്. അപ്പം നമ്മളിവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാണ് ചെയ്തിട്ടില്ല. അപ്പം നമുക്കിതിന് ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് V1 ഡിവൈഡ് ബൈ I1. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് അവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ്. ദെൻ അടുത്ത നമുക്ക് ഇതേന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ഇക്വേഷൻ 1 എന്നാണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഫ്രം ഇക്വേഷൻ 2 നോക്കുക. ഫ്രം ഇക്വേഷൻ 2ൽ നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? H21 ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ I1 അറ്റ് V2 ഈക്വൽ ടു 0. I2 ഡിവൈഡ് ബൈ I1 ആണ്. രണ്ടും കറൻറ്റാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും കറൻറ്റാണ്. അപ്പോൾ ഇത് ഔട്ട്പുട്ട് കറൻറ്റ് ബൈ ഇൻപുട്ട് കറൻറ്റാണ്. അത് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് കറൻറ്റ് ബൈ ഇൻപുട്ട് കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് ഗെയിനാണ്. അപ്പോൾ നമുക്കിതിന് എന്ത് വിളിക്കാം? ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കറൻറ്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറൻറ്റ്.
അപ്പോൾ I2 ഡിവൈഡ് ബൈ I1 ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ് ഗെയിൻ. ഇതേത് I2 ഡിവൈഡ് ബൈ അപ്പോൾ ഫോർവേഡ് കറൻറ്റ് ഗെയിൻ ആണ്. ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് കറൻറ്റ് ഗെയിൻ. ദെൻ നമുക്കിനി എന്താ ചെയ്യുന്നത്, ഇവിടെ 2 ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 1 ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. പോർട്ട് 1 ഈസ് ഷോർട്ട് അല്ല, ഓപ്പൺ സർക്യൂട്ടഡ്. കാരണം ഹൈബ്രിഡ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് പോർട്ടിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഇൻപുട്ട് പോർട്ടിന് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കറണ്ട് ഫ്ലോ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം 1 ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ I1 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം നോക്കിയാൽ, I1 0 ആയിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 നിന്ന് H12 = V1 ഡിവൈഡ് ബൈ V2. ഇക്വേഷൻ നമ്പർ 2 നിന്ന് H22 = I2 ഡിവൈഡ് ബൈ V2. നമുക്കത് എഴുതാം. പോർട്ട് 1 ഈസ് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ H12 = V1 ഡിവൈഡഡ് ബൈ V2 at I1 = 0. V1 ഡിവൈഡ് ബൈ V2 ഇത് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് V2, ഇൻപുട്ട് വോൾട്ടേജ് V1. സോ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ V2 ഡിവൈഡ് ബൈ V1. ഇവിടെ എന്താണ്, V1 ഡിവൈഡ് ബൈ V2 ആണ്. സോ നമുക്കതിനെന്ത് വിളിക്കാം, ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ എന്ന് വിളിക്കാം. അപ്പം H12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. ദെൻ ഇത് നമ്മൾ കണ്ടുപിടിച്ചത് എവിടുന്നാണ്, ഫ്രം ഇക്വേഷൻ 1 നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് എന്താ വേണ്ടത്, അടുത്തത് ഫ്രം ഇക്വേഷൻ 2. ഇക്വേഷൻ 2 നിന്ന് H22 = I2 ഡിവൈഡഡ് ബൈ V2 at I1 = 0. ഇതിനെ നമ്മൾ എന്ത് പറയും, H22നെ I2 ഡിവൈഡ് ബൈ V2 ആണ്. അപ്പം I2 ബൈ V2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, I/V അഡ്മിറ്റൻസ് ആണ് വരുന്നത്. അപ്പം ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടുള്ള പാരാമീറ്റർ അല്ലേ. സോ ഓപ്പൺ സർക്യൂട്ട് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ് H22 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിച്ചു. H11, H12, H21, H22. അതിൽ H11, H21 എന്ന് പറഞ്ഞ ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആണ്. H12ഉം H22ഉം ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, പാരാമീറ്റേഴ്സ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കണം. അപ്പം ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ്, ഇൻപുട്ട് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് I1. ദെൻ ഇവിടെ എന്താ വരുന്നത്, ഇൻപുട്ട് സെക്ഷൻ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ ഏതായിരുന്നു, അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പം H11, ദെൻ ഇവിടെ വരുന്നതാണ് പ്ലസ് മൈനസ്. ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഏതായിരുന്നു, H12 V2. ദെൻ ഹിയർ ഔട്ട്പുട്ട് സെഷൻ നമുക്ക് വരയ്ക്കാം. ഔട്ട്പുട്ട് സെഷനിൽ വോൾട്ടേജ് സോഴ്സ്, കറൻറ്റ് സോഴ്സ് ആണ് വരുന്നത്. കറൻറ്റ് സോഴ്സ് എന്താണ്, H21 I1 ആൻഡ് ഇൻ പാരലൽ വിത്ത് H22. ഔട്ട്പുട്ട് പോർട്ട് 2 ഇവിടുത്തെ വോൾട്ടേജ് V2, ഹിയർ I2 and here input voltage V1. ഇതാണ് ഇക്വലൻറ്റ് സർക്യൂട്ട് I1. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പാരാമീറ്റേഴ്സ് H11, H12, H21, H22. H11 എന്തായിരുന്നു, ഇമ്പിഡൻസ് അല്ലായിരുന്നു. H11 റെപ്രസെൻ്റ് ചെയ്തത് ഇമ്പിഡൻസ് ആയിരുന്നു. H21 എന്തായിരുന്നു, കറൻറ്റ് ഗെയിൻ ആയിരുന്നു. H12 നമുക്ക് എന്താ കിട്ടിയത്, വോൾട്ടേജ് ഗെയിൻ ആണ് കിട്ടിയത്. H12 വോൾട്ടേജ് ഗെയിൻ. H22 നമുക്ക് എന്താ കിട്ടിയത്, അഡ്മിറ്റൻസ് ആണ് കിട്ടിയത്. ഇനി നോക്കിയ ഈ ഓരോ പാരാമീറ്റേഴ്സ്, H11 ഇമ്പിഡൻസ്, H21 കറൻറ്റ് ഗെയിൻ, H12 വോൾട്ടേജ് ഗെയിൻ, H22 അഡ്മിറ്റൻസ്.
ഇമ്പിഡൻസ് ആയി, കറണ്ട് ഗെയിൻ ആയി, വോൾട്ടേജ് ഗെയിൻ ആയി, അഡ്മിറ്റൻസ് ആയി, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഹൈബ്രിഡ് പാരാമീറ്റർ ഈ നെറ്റ്വർക്കിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇതിനെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം എച്ച് പാരാമീറ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതൊക്കെയുണ്ട്, ഇമ്പിഡൻസ് ഉണ്ട്, അഡ്മിറ്റൻസ് ഉണ്ട്, വോൾട്ടേജ് ഗെയിൻ ഉണ്ട്, കറണ്ട് ഗെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊരു നെറ്റ്വർക്കിലെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അപ്പം ഫൈൻഡ് ദ എച്ച് പാരാമീറ്റേഴ്സ്, ഫൈൻഡ് ദ എച്ച് പാരാമീറ്റേഴ്സ് of the network given. നമുക്ക് തന്നിട്ടുള്ള നെറ്റ്വർക്ക് നോക്കാം. ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള നെറ്റ്വർക്ക് തന്നെയാണ് 1 2 here 2 then 4. okay, a dash V1 here V2 B dash, ഇവിടുത്തെ കറൻറ്റിന് I1, ഇവിടുത്തെ കറൻറ്റ് I2, here 1 ohm resistor, 2 ohm resistor, 2 ohm resistor and here 4 ohm resistors. ഇതിൻ്റെ H പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യും നോക്കാം. സൊല്യൂഷൻ, നമ്മുടെ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു, V1 ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2 ആൻഡ് I2 ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2. നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, എന്നിട്ട് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് സർക്യൂട്ട് പോർട്ട് ബി ഡാഷ് എന്ന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, V2 0 ആയിരിക്കും. അങ്ങനെ V2 0 ആയി കഴിഞ്ഞാൽ V2 0 ആയി, ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവിടെ എന്ത് കിട്ടും, അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഒന്ന് റീഡ്രോയിങ് നടത്താം. എങ്ങനെ, അടുത്ത പേജിലേക്ക് നോക്കാം. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് എന്താ വരുന്നത്, അപ്പോൾ ഇവിടെ ബി ഡാഷ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ടല്ലേ വരുന്നത്, അപ്പം ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ടും കൂടെ വരും. നമുക്ക് ആ സർക്യൂട്ട് ഒന്ന് അങ്ങ് വരയ്ക്കാം. ആ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 then 2 here 2 then 4. നമ്മുടെ സർക്യൂട്ട് ഹിയർ ബി ഡാഷ് എന്ന് പറയുന്ന പോർട്ട്, ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇതാണ് V1 നമ്മുടെ ഇൻപുട്ട് സൈഡ്. ഹിയർ ഇൻപുട്ട് കറൻറ്റ് I1 1 ohm 2 ohm 2 ohm ആൻഡ് ഹിയർ 4 ohm. ഇവിടെ I2 ഉണ്ടായിരിക്കും, കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും ഷോർട്ട് സർക്യൂട്ട് ചെയ്ത്. ഇവിടുത്തെ V2 എന്തായിരിക്കും, 0 ആയിരിക്കും. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സർക്യൂട്ടാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് നോക്കുക, V2 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് കണ്ടുപിടിക്കുന്നത്, ആദ്യം നമ്മുടെ ഇക്വേഷൻ നമ്പർ പേര് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1ൽ നിന്ന് V2 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, H11 ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ I1 അറ്റ് V2 ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം, V1 ഡിവൈഡഡ് ബൈ I1, V1 കണ്ടുപിടിക്കണം. ഇവിടെ V1 എന്ന് പറഞ്ഞാൽ എന്താണ്, V1 എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇൻറ്റു ഇക്വലൻറ്റ് റെസിസ്റ്റർ അല്ലേ, ഈക്വൽ ടു I1 ഇൻറ്റു ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്. ഇവിടെ ഞാൻ ഇൻ ടേംസ് ഓഫ് ഇമ്പിഡൻസ് എഴുതി Z ഇക്വലൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഇക്വലൻറ്റ് റെസിസ്റ്റർ എന്താ കിട്ടുക, Z ഇക്വലൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോക്കിയേ, ഇവിടുന്നാണ് കറണ്ട് ഫ്ലോ, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ വരുന്ന കറണ്ട് ഇതിലൂടെയാണ്, ഈസി പാത്തിലൂടെയാണ് ഫ്ലോ ചെയ്യുക, റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യും. റെസിസ്റ്ററിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ 2 എന്തായിരിക്കും, പാരലൽ വിത്ത് 2 ആയിരിക്കും. അപ്പം Z ഇക്വലൻറ്റ് എന്ന് പറയുമ്പോൾ 2 പാരലൽ 2 പ്ലസ് 1. അപ്പം നമുക്കിത് 2/2 1 + 1 ഈക്വൽ ടു 2 കിട്ടി. സോ ദെർഫോർ V1 ഈക്വൽ ടു I1 ഇൻറ്റു 2 എന്ന് എഴുതാം. ദെൻ
Therefore, H11 equal to V1 divided by I1 equal to V1 എന്താണ് 2I1 divided by I1 equal to 2 ohm. 2 ohm. Then ഇനി നമുക്ക് അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രം ഇക്വേഷൻ H11 കണ്ടുപിടിച്ചു. ഇനി V2 0 ആയി കഴിയുമ്പോൾ നമുക്ക് ഏത് കിട്ടും? H21 കിട്ടില്ലേ? അപ്പം നമുക്കിനി H21 കണ്ടുപിടിക്കാം. H21 ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ I1 അറ്റ് V2 ഈക്വൽ ടു 0. ഇതെവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഫ്രം ഇക്വേഷൻ 2 അറ്റ് I2 at V2 equal to 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം? I2 I1 ഈ I2 കണ്ടുപിടിക്കണം. I2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഇങ്ങനെ ഇവിടുന്ന് വരുന്ന കറണ്ട് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? ഈ 2 ഓമിലൂടെ ഫ്ലോ ചെയ്യും. ദെൻ ഇങ്ങനെ 2 ഓമിലൂടെ പോയി ഷോർട്ട് സർക്യൂട്ട് പാത്തിലൂടെ ഫ്ലോ ചെയ്യും. 4 ഓമിലൂടെ ഇതിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കില്ല, കാരണം ഷോർട്ട് സർക്യൂട്ട് അവിടെ വന്നില്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? I2 കണ്ടുപിടിക്കണം. I2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ വരുന്ന കറൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്കിതിനെ ഇവിടെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? I2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് ഡിവിഷൻ റൂൾ ചെയ്യാം. അപ്പോൾ I2 ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ കറൻറ്റ് ഡിവിഷൻ റൂൾ. I2 ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ കറൻറ്റ് ഡിവിഷൻ റൂൾ. അപ്പം I2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുന്നത്? I2 ഈക്വൽ ടു ഇൻപുട്ട് കറൻറ്റ് എന്താണ്? ഇവിടെ I2 നെഗറ്റീവ് ഡയറക്ഷനാണ് ഈ വരുന്നത്. അപ്പം നമുക്ക് -I2 എന്ന് എടുക്കാം. -I2 ഈക്വൽ ടു ഇൻപുട്ട് കറൻറ്റ് എന്താണ്? I1 ഇൻറ്റു അതർ റെസിസ്റ്റർ ഏതാ? 2 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റർ എന്താണ്? 2 + 2 ഈക്വൽ ടു I1 ഇൻറ്റു 2/4. അപ്പം I2 ഈക്വൽ ടു -I1 ഡിവൈഡ് ബൈ 2. I2 ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ I2 ഈക്വൽ ടു -I1 ഡിവൈഡ് ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ I1. I1 ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് -1/2. അപ്പം H21 എന്ന് പറയുന്നത് കറൻറ്റ് ഗെയിനാണ്. അതുകൊണ്ട് തന്നെ കറൻറ്റ് ഗെയിന് യൂണിറ്റ് ഇല്ല. സോ H21 ഈക്വൽ ടു -1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ അടുത്തത് ചെയ്യേണ്ടത്? ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഔട്ട്പുട്ട് പോർട്ടിനെ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓപ്പൺ സർക്യൂട്ട് പോർട്ട് A ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇവിടെ നടക്കും? കറണ്ട് ഫ്ലോ നടക്കില്ല. അപ്പം ദ സർക്യൂട്ട് എന്തായിരിക്കും? ദ സർക്യൂട്ട് ബിക്കം. അപ്പം ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിൽ ചേഞ്ച് വരില്ലേ? അവിടെ എന്താണ്? I1 0 ആയിരിക്കും. അപ്പോൾ സർക്യൂട്ട് നമുക്ക് എങ്ങനെ റീഡ്രോയിങ് നടത്താം? 1 2 നമ്മുടെ സർക്യൂട്ട് അങ്ങ് വരയ്ക്കാം. ഓക്കെ. ഇവിടെ V1 ഹിയർ I1 0 ആണ് വരുന്നത്. ഇവിടെ 1 ohm 2 ohm 2 ohm 4 ohm. ഇവിടെ B ഡാഷ് A ഡാഷ്. നമ്മുടെ സർക്യൂട്ട് അതേപോലെ വരച്ചു. ഇവിടുത്തെ വോൾട്ടേജിനെ V2 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തു. ഇവിടുത്തെ കറൻറ്റിനെ I2 എന്ന് പറഞ്ഞ് കറൻറ്റ് റെപ്രസെൻ്റ് ചെയ്തു. ഇനി നോക്കിയേ, ഇവിടുത്തെ കറൻറ്റ് 0 ആണ്. ഓപ്പൺ സർക്യൂട്ട് ചെയ്തപ്പം. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വേഷൻ 1-ൽ നിന്ന് നോക്കാം. ഇക്വേഷൻ 1-ൽ നിന്ന് നമുക്ക് I1 0 ആവുകയാണ്. I1 0 ആകുമ്പം നമുക്ക് ഏത് കിട്ടും? H12 കിട്ടും. H12 ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V2. H22 ഈക്വൽ ടു I2 ഡിവൈഡ് ബൈ V2. അപ്പോൾ നോക്കിയേ, നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് I1 0 ആവുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന പാരാമീറ്റേഴ്സാണ് ഫ്രം ഇക്വേഷൻ 1. ഇക്വേഷൻ 1-ൽ നിന്ന് H12 ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ V2 അറ്റ് I1 ഈക്വൽ ടു 0 ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V1 ഡിവൈഡ് ബൈ V2. V1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ എഫക്റ്റ് അവിടെ ഇല്ല. അപ്പം V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഓമിന് ക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ്.
അപ്പോൾ V1 ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് വോൾട്ടേജ് അക്രോസ് 2 ഓം റെസിസ്റ്റർ. അപ്പം അവിടെ എന്തായിരിക്കും ഇത്? ഈ വരുന്ന കറണ്ട് നമുക്ക് എന്ത് വിളിക്കാം? IY എന്ന് പേര് വിളിക്കാം, IY. അപ്പം IY ഇൻറ്റു 2, ഈ വരുന്ന കറണ്ടിനല്ലേ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇനി നമുക്ക് IY എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ കറണ്ട് ഡിവിഷൻ റൂൾ. IY ഈക്വൽ ടു ഇൻപുട്ട് കറണ്ട് എന്താണ്? I2 ഇൻറ്റു ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്, അതിലല്ലാത്ത റെസിസ്റ്റർ ഏതാണ്? 4 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റർ ഏതാ വരുന്നത്? 4 + 2 + 2 എത്ര കിട്ടും? 8 ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ 2. 4/8 2 അല്ലേ? I2 ഡിവൈഡ് ബൈ 2 എന്നത്. അപ്പോൾ IY ഈക്വൽ ടു I2/2. ഇനി നമുക്ക് നോക്കിയേ, V1 ഈക്വൽ ടു IYയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം I2/2 ഇൻറ്റു 2, 2ഉം 2ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I2. അപ്പോൾ IY ഈക്വൽ ടു I2 എന്ന് കിട്ടി, V1 ഈക്വൽ ടു I2 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? V1 ഈക്വൽ ടു I2. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, V2 കണ്ടുപിടിക്കണം. V2 എന്തായിരിക്കും? V2 ഈക്വൽ ടു, V2 എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട് കറണ്ട് ഉണ്ട്. സോ V2 ഈക്വൽ ടു I2 ഇൻറ്റു ഇക്വലൻ്റ് റെസിസ്റ്റർ, ആ സർക്യൂട്ടിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റർ. നമുക്ക് എന്താ കിട്ടുക? V2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇക്വലൻ്റ് റെസിസ്റ്റർ V2 ഈക്വൽ ടു V2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വെച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? V2 ഈക്വൽ ടു I2 അല്ല, ഇവിടുത്തെ കറണ്ടിന് നമുക്ക് എന്ത് വിളിക്കാം? IX. ഓംസ് ലോ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ IX ഇൻറ്റു 4 ഓം എന്നും എഴുതാം, അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് ഡിവിഷൻ യൂസ് ചെയ്തിട്ട് IX കണ്ടുപിടിക്കാം. അപ്പോൾ ബൈ കറണ്ട് ഡിവിഷൻ IX ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? IX എന്ന് പറയുമ്പം ഇൻപുട്ട് കറണ്ട് I2 ആണ്, അതർ റെസിസ്റ്റർ എന്ന് പറയുമ്പം ഈ ബ്രാഞ്ച് 2 + 2 4 ഡിവൈഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ 8. അപ്പം 8 നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു I2 ഡിവൈഡ് ബൈ 2. Therefore V2 ഈക്വൽ ടു IX ഇൻറ്റു 4. അപ്പോൾ IX ഇൻറ്റു 4 എന്ന് പറയുമ്പം IX എന്താണ്? I2/2 ഇൻറ്റു 4 4. അപ്പോൾ എന്ത് കിട്ടി? 2I2. അപ്പോൾ V1 കിട്ടി, V1 നമുക്ക് കിട്ടി I2 എന്ന്, V2 കിട്ടി 2I2. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? Therefore H12 ഈക്വൽ ടു V1 എന്താണ്? I2 ഡിവൈഡഡ് ബൈ 2I2 ഈക്വൽ ടു 1/2. H12 എന്ന് പറയുന്നത് എന്താണ്? H12 ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V2 ആണ്. റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ അതും എന്താണ്? യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി. നമുക്കിനി എന്ത് ചെയ്യണം? അടുത്ത ഇക്വേഷൻ 2ൽ നിന്ന് അടുത്ത പാരാമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്രം ഇക്വേഷൻ 2ൽ നമുക്ക് ഏതാ കണ്ടുപിടിക്കാനുള്ളത്? H22 ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ V2 അറ്റ് I1 ഈക്വൽ ടു 0. V2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ തൊട്ട് മുന്നേ നമ്മൾ V2 കണ്ടുപിടിച്ചു. V2 ഈക്വൽ ടു എവിടെ? V2 ഈക്വൽ ടു 2I2 നമ്മൾ കണ്ടുപിടിച്ചു, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇവിടെ ഓൾറെഡി I2 ഉണ്ട്. സോ ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ 2I2. നമുക്ക് എന്ത് കിട്ടി? 1/2. ഇതെന്താണിത്? ശരിക്ക് അഡ്മിറ്റൻസ് ആണ്, മോവൽ. അപ്പോൾ 1/2 3 കിട്ടി. നമുക്ക് വാല്യൂസ് ഒന്ന് എഴുതാം. നമുക്ക് കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്? H11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഓം, H12 എന്ന് പറഞ്ഞാൽ 1/2, H21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1/2, H22 ഈക്വൽ ടു 1/2 മോം. സോ നമ്മുടെ ഇക്വേഷൻ ഓഫ് ഡിസ്ക്രൈബിങ് 2-port നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 ഈക്വൽ ടു H11I1. H11 എന്താണ്? 2I1 പ്ലസ് H12 V2. H12 എന്ന് പറയുമ്പോൾ 1/2 V2. Then next one, I2 equal to H21 I1 plus H22 V2. ഇത്രയാണ് നമ്മുടെ ഇക്വേഷൻസ്. അപ്പം ഇങ്ങനെ
ഇതാണ് നമ്മുടെ ടു പോർട്ട് നെറ്റ്വർക്ക്. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നുള്ളതും ആ ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ളതും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ഈ വീഡിയോയ്ക്കകത്ത് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സാണ്. അപ്പോൾ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഒരു ടു പോർട്ട് നെറ്റ്വർക്കിൽ നിന്ന് എങ്ങനെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സിനകത്താണ്. അപ്പം ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സിനകത്ത് യൂസ് ചെയ്യുമ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്, കറൻറ്റ് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ എല്ലാം നമുക്ക് ഒരൊറ്റ നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിനെ ഇക്വേഷൻസ് V1 = H11 I1 + H12 V2, I2 = H21 I1 + H22 V2. ഇതിൽ H11 H12 H21 H22 ഹൈബ്രിഡ് പാരാമീറ്റേഴ്സാണ്. ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് പോർട്ടിന് നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ 2 പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു. ദെൻ ഇൻപുട്ട് പോർട്ടിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് കിട്ടുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇമ്പിഡൻസ് ഉണ്ട്. H11 എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ഉണ്ട്, H21 എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഗെയിൻ ആണ്, H12 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ആണ്, H22 എന്ന് പറഞ്ഞാൽ അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കാം. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം വന്നു: കറൻറ്റ് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, ഇമ്പിഡൻസ്, അഡ്മിറ്റൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നെറ്റ്വർക്കിന് അല്ലെങ്കിൽ ഈ പാരാമീറ്റേഴ്സിനെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു. V1 = H11 I1 + H12 V2 ആൻഡ് V2 = H22 I2 + H21 I1. ദെൻ അത് യൂസ് ചെയ്ത് നമ്മളൊരു എക്സാമ്പിൾ സോൾവ് ചെയ്തു. എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. ഇൻപുട്ട് പോർട്ടിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. സോ നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ടുകൾ വരയ്ക്കാം. ദെൻ പാരാമീറ്റേഴ്സ്. ഇത്രയാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്? H പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ H പാരാമീറ്റേഴ്സിന് എങ്ങനെ നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിച്ചത്.